ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് ദുപ്പട്ട ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞ പോലെ നല്ലൊരു മെറൂണും അതായത് റെഡിഷ് മെറൂണും പിങ്ക് റാണി പിങ്കിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ തോന്നുന്നു ഒരു മെറൂൺ ആണോന്ന്, എന്നാൽ റാണി പിങ്കിന്റെ ഡാർക്ക് ഒരു ഷെയ്ഡാണ്. അതിനകത്തോട്ട് ഈ മെറ്റീരിയലിൽ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഓൾ ഓവർ ഒരു ത്രെഡും ചെറിയൊരു സെറിയുടെ ഒരു വീവിംഗ് പോലെയും ഒരു ചെറിയ സീക്വൻസ് വാട്ടർ സീക്വൻസ് പോയിട്ടുണ്ട് ത്രെഡ് കൊണ്ട്, കണ്ടോ? അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ആ മെറ്റീരിയൽ കാണാനായിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പം സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു പ്രിൻസസ് കട്ട് യോക്ക് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഒരു പ്രിൻസസ് കട്ട് യോക്കും വെച്ചിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇവിടുന്ന് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ടും ഇവിടെ ക്ലോസ് ആയിട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത്. ഇതേപോലെ ഉണ്ടാവും. അടിപൊളിയാട്ടോ. കണ്ടോ, സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ വർക്ക് ശരിക്കും കാണാൻ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് അപ്പൊ ഞാൻ ഇതിന് നോക്കിയപ്പം ഈ സെയിം ടോൺ തന്നെ ദുപ്പട്ടയും കൂടി പെയർ ചെയ്തപ്പം ശരിക്കും ഒരു നല്ലൊരു ക്ലാസ് ലുക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് 48 ആണ്. അപ്പൊ ടോപ്പ് ഓൺലി വേണമെന്നുള്ളവർക്ക് പറയാം, അതല്ല ടോപ്പ് ദുപ്പട്ട വേണമെങ്കിലും പറയാം. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഡാർക്ക് ഇരുണ്ട റാണി പിങ്ക് കളറാണ് കേട്ടോ. നല്ല സൂപ്പർ കളറാണ്. മെറൂണിന്റെ ഒരു ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും ചിലപ്പം. അപ്പം ഇതുപോലെ നെക്ക് വന്നിട്ട് ഇതേപോലെ ചെറിയൊരു ക്ലോത്ത് ബട്ടണും ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ട് ക്ലോത്ത് ബട്ടണൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻസ് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. താഴോട്ട് പ്ലേറ്റ്സ് നല്ല ഒതുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നേരെയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് 48 ആണ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ മെറ്റീരിയൽ കാണിച്ചു തരാം. ഇതുപോലെ ഇതുണ്ടോ, ഇതുപോലെ ക്ലോത്ത് ബട്ടൺ പ്രിൻസസ് കട്ട് ഈ ഒരു യോക്ക് വെച്ചിട്ട് ഇതുപോലെ ക്ലോത്ത് ബട്ടണും ആ ഒരു യോക്ക് ഈ ഒരു ഷേപ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ഇതുപോലെയാണ് അതിന്റെ ആ ഒരു ലൈൻസ് തന്നെ കേട്ടോ. നല്ല രസമായിട്ട് ഇതുപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽ ഇതാണ് കളർ വരുന്നത്. ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ഒരു എ ലൈൻ ലുക്കിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള എ ലൈൻ. എല്ലാവരും ട്രൈ നോക്കുക. നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്. അപ്പം ഇതിന്റെ ഇതിപ്പോ ടോപ്പ് ഓൺലി ആയിരിക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ടോപ്പ് ഓൺലി വരുമ്പോൾ നെക്ക് ഇതേപോലെ വരും. സ്ലീവ് ലൈനിങ് വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബോട്ടം വേറെണമെന്നില്ല. ഇപ്പൊ ഇതുപോലെ ഒരു ഞാനൊരു സെമി പലാസോ ബോട്ടം അതിനകത്ത് വേറെ ഇതിന് ബോട്ടം കാണുന്നില്ല. ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ വേറെ ചെയ്യാം. അതല്ല ടോപ്പും കൂടി ഈ ബോട്ടവും കൂടെ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റൈലായിട്ട് ഇത് ഇങ്ങനെ വേറെ ചെയ്യാം. അപ്പൊ ക്രൈപ്പ് കൊണ്ടുള്ള ബോട്ടം വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അതെല്ലാം താഴോട്ട് കാണുന്ന ആംഗിൾ ലെങ്ത് ബോട്ടം വേണമെങ്കിലും ചെയ്തു തരാം. അപ്പൊ 3 പീസ് സെറ്റ് വേണോ, 2 പീസ് സെറ്റ് ആയിട്ടാണോ, സിംഗിൾ പീസ് ആയിട്ടാണോ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ദുപ്പട്ട ഇതേപോലെയാണ്. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ആ വർക്ക് കണ്ടോ, ക്ലോസ് ആയിട്ട് ഇതേപോലെ വരുമ്പോൾ നല്ല രസമാണ്. ഇതുപോലെ കണ്ടോ, ഓൾ ഓവർ ആ ഒരു സെയിം വർക്ക് തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ പ്രിൻസസ് കട്ട് വെച്ചിട്ട് ചെയ്തു. നല്ല ഷേപ്പ് തോന്നും കേട്ടോ. എല്ലാവർക്കും നല്ല ഷേപ്പ്. ഹെമ്മിങ് ഒന്നും ആയിട്ടില്ല. എപ്പോഴും പറയണ പോലെ തന്നെ ഫിനിഷിങ് വർക്ക് ആയിട്ടില്ല. ചെയ്ത് കിട്ടിയ ഉടനെ തന്നെ വീഡിയോ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 15 to 20 വർക്കിംഗ് ഡേയ്സ് എങ്ങനെ എടുക്കും, മാക്സിമം സ്പീഡിൽ ഫിനിഷ് ചെയ്ത് തരാൻ നോക്കാം. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.